Yeah. സെന്റ് മേരീസ് ഓൾ മെൻസ് ക്ലബ് അവതരിപ്പിക്കുന്നു കപ്പ്യാർ മത്തായി സ്പീക്കിംഗ്. ചങ്ങനാശ്ശേരിയിൽ 22 വർഷം ജോലി ചെയ്ത കപ്പ്യാര് അച്ഛൻ്റെ കാപ്പയും കൊണ്ട് വയനാട്ടിൽ പോയി കുർബാന ചൊല്ലുകയും അവിടെ ചെന്ന് അച്ഛനും പള്ളിക്കൈക്കാരും അദ്ദേഹത്തെ പിടിക്കുന്നതാണ് ഞങ്ങളുടെ ഈ ചെറിയ കഥ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. കപ്പ്യാരെ കപ്പ്യാരെ കപ്പ്യാരെ, പള്ളിമണിയുടെ ശബ്ദമല്ലേ ആ കേട്ടത്? കപ്പ്യാര് കൂട്ടമണി അടിച്ചാൽ ആരോ നിര്യാതരായെന്നാണ് അതിൻ്റെ അർത്ഥം. കപ്പ്യാരെ കപ്പ്യാർ അച്ഛൻ എന്നെ വിളിച്ചു. ആരാണിപ്പോൾ മേലോട്ട് പോയത്? പള്ളിയിൽ കൂട്ടമണി കേട്ടല്ലോ. അയ്യോ അച്ഛാ, ആരും ചട്ടിട്ടടിച്ചതല്ല. ഞാൻ 2 ദിവസമായിട്ട് മണി അടിക്കാൻ മറന്നുപോയി. അതെല്ലാം കൂട്ടിച്ചേർത്ത് കൂട്ടമണി അടിച്ചല്ലേ. അല്ലേലും നീ മണി അടിക്കാൻ മിടുക്കണമെന്ന് എനിക്കറിയാം. ഒന്ന് പോ അച്ഛാ, ഒന്ന് പോ. കപ്പ്യാരെ ഓ കപ്പ്യാരെ ഓ കപ്പ്യാരെ, എന്തോ അച്ഛാ? എടാ, നിന്നെ കുറിച്ച് ഒരുപാട് പരാതികളൂടെ കേൾക്കുന്നുണ്ടല്ലോ. അച്ഛോ, അതല്ലേലും അങ്ങനെയല്ലേ അച്ഛാ. മാങ്ങായുള്ള മാവേലല്ലേ കല്ലെറി. അത് തന്നെയാ നിന്നെക്കുറിച്ചുള്ള ആദ്യത്തെ കംപ്ലൈൻറ്റ്. എടാ, നീ ആ മേപ്പുറത്തെ ജോണിച്ചാൻ്റെ മാവെ കല്ലെറിഞ്ഞെന്ന് കേട്ടു. നീ ആരുടെ മാവെ കല്ലെറിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ നീ ആ കല്ലെറിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ വേളയിൽ, അല്ലെങ്കിൽ ആ അവസരത്തിൽ, അല്ലെങ്കിൽ ആ നിമിഷത്തിൽ ഞാൻ അതിലെ വരികയാണെങ്കിൽ ആ കല്ല് വന്ന് എൻ്റെ തലയിൽ കൊണ്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? എന്ത് സംഭവിക്കാനാ? അവിടെയെല്ലാം കളിമണ്ണിൻ്റെ ഒരു കൊള്ളയായിരിക്കും. കൊള്ള. കർത്താവേ, ഇവൻ പറയുന്നത് എന്തെന്നറിയാൽ ഇവനോട് പൊറുക്കണമേ. എടാ, നീ എന്തിനാണ് ഇങ്ങനെ സർപ്പസന്ധതയാകുന്നത്? കപ്പ്യാരെ ഓ കപ്പ്യാരെ ഓ കപ്പ്യാരെ, എന്തോ അച്ഛാ? എടാ, നീ എന്തിനാ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്? ഒന്നുകൊണ്ടാണ് അച്ഛാ. നമ്മുടെ യേശു വെറും കാലിത്തൊഴുത്തിലാണല്ലോ ജനിച്ചെന്ന് ഓർക്കുമ്പോൾ സഹിക്കുന്നില്ല അച്ഛാ, സഹിക്കുന്നില്ല. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ ഇതിലോട്ട് വലിച്ചഴക്കരുത്. താൻ ഭാവി, ദൈവം ഭാവി എന്നല്ലേ അച്ഛൻ? നീ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നതിന് മുടന്ത ന്യായങ്ങൾ പറയാതെ എന്തെങ്കിലും വ്യക്തമായ കാരണങ്ങൾ പറയാം അച്ഛാ. എൻ്റെ കുടുംബ പേര് നിലനിർത്താൻ വേണ്ടി മാത്രമാണ് അച്ഛാ ഞാൻ ഈ കുടിക്കുന്നത്. എന്ത്? നിന്റെ കുടുംബ പേര് നിലനിർത്താനോ? അതെ അച്ഛോ. എൻ്റെ പേരെന്തുവാ? മത്തായി. എൻ്റെ അപ്പച്ചൻ്റെ പേരോ? മത്തായി. എൻ്റെ വല്യപ്പച്ചൻ്റെ പേരോ? മത്തായി. ആ കണ്ടോ, അതാ ഞാൻ പറഞ്ഞത്. എൻ്റെ കുടുംബ പേര് നിലനിർത്താനാണ് ഞാൻ കുടിക്കുന്നതെന്ന്. ഞാൻ കുടിച്ച് മത്തായി നടന്നില്ലെങ്കിൽ ഈ നാട്ടുകാരെന്ത് പറയച്ചു? എടാ സർപ്പസന്തതി, നീ എന്തിനിങ്ങനെ പാപം ചെയ്യുന്നു? അച്ഛൻ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞിട്ടു? അച്ഛൻ എന്താ എന്നോട് പറഞ്ഞിരിക്കുന്നത്? മാസത്തിലൊരിക്കൽ കുമ്പസാരിച്ച് കുർബാന ഉള്ളതെന്നല്ലയോ? അതെ. കുമ്പസാരിക്കണമെങ്കിൽ ആദ്യം എന്തോ ചെയ്യണം? പാപം ചെയ്യണം. അതേ ഞാൻ ചെയ്യുന്നു. അപ്പൊ നീ കുമ്പസാരിക്കാൻ വേണ്ടിയാണോ പാപങ്ങൾ ചെയ്ത് കൂട്ടുന്നത്? അപ്പൊ നീ ഒരിക്കലും നന്നാകാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? അച്ഛാ, അങ്ങനൊന്നും പറയല്ല അച്ഛാ. ഞാനിതെല്ലാം നിർത്താൻ തീരുമാനിച്ചിരിക്കുക. എടാ മഹാഭാവി, നീ എങ്ങനെ കപ്പ്യാരായി? അച്ഛോ, ഞാൻ വെറുതെ വലിഞ്ഞു കയറിയൊന്നും വന്നതല്ല. ഒന്നാമതിനും നല്ല കപ്പ്യാരുടെ പരീക്ഷ പാസ്സായിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. നീ പാസ്സായിട്ടല്ല വന്നത്, പൂസായിട്ടാ വന്നത്. എടാ നിന്നോടൊരു കാര്യം ചോദിക്കണം ഞാൻ വിചാരിക്കുകയാണ്. എന്താ? പഴയ പള്ളി പൊളിച്ചപ്പോഴേ
അവിടെ ഉണ്ടായിരുന്ന മണി അലമാരയും കസേരയൊക്കെ ആരാടാ എടുത്തുകൊണ്ട് പോയത്? ഏത് മഹാഭാവിയാണച്ചാ അത് ചെയ്തത്? നീയാണോ ആ ഭാവി? അതെ അച്ചു, എന്നോട് പൊറുക്കണം അച്ചു. ഈ മത്തായി തന്നെ ഈ പള്ളിയിലെ മേശയും കസേരയും അലമാരിയും എല്ലാം എടുത്തത്. എടാ ഹവ്വ തിന്നാത്ത ആപ്പിൾ തിന്നവനെ, ഹവ ഹവ ഖുശ്ബു ലുട്ടാതെ जरा मुझको बता दे, मैं उसको मिलूंगा, एक बार मिला दे, प्यार मिला दे, प्यार मिला दे, प्यार मिला दे, प्यार मिला दे, पार मिला दे, आर मिला दे, आर मिला दे, പള്ളിയിൽ ആരുമില്ലാതെ. പള്ളിയിൽ ആരുമില്ലാത്ത നേരത്ത് വന്നിട്ട് അലമാരയും കസേരയും മണി അടിച്ചു മാറ്റി നീയാണല്ലേ? എടാ നീ എന്തിനിങ്ങനെ സാത്താൻ്റെ സന്തതിയായി? ഇനിയെങ്കിലും നല്ല മാർഗത്തിൽ നടക്കാൻ നോക്കണം. ഇവിടെ ഇരുന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ട് പള്ളിയും എൻ്റെ ഓഫീസും തൂത്തുവാൻ ചെയ്യാൻ വെച്ച. എടാ വാരുതേ കോരുതേ കറിയാച്ച കുറെ പള്ളി കമ്മിറ്റിക്കാരാണ് പറഞ്ഞത്. ഒരുത്തനെയും കാണാനില്ല. എവിടെ പോയി കിടക്കവരൊക്കെ? വാരുതേ. അച്ഛോ, അച്ഛൻ എന്തിനാ ഈ കിടന്ന് അലറുന്നേ? കോരുതിനെ കണ്ടോ? ഞാനിവിടെ ഉണ്ടച്ചു. കറിയാച്ചനോ? ഞാനും ഉണ്ടച്ചോ, പറഞ്ഞാട്ടെ. നിങ്ങൾ നമ്മുടെ കപ്പിയാർ മത്തായിയെ കണ്ടോ? അവനെ കാണാതായിട്ട് ഒരാഴ്ചയായി. അവനെന്തെങ്കിലും കുരുത്തക്കേട് പണ്ടത്തെ പോലെ കാട്ടിയോ എന്നാ എൻ്റെ പ്രയാസം. അച്ഛോ, അവരെന്ത് കുരുത്തക്കേടാ കാട്ടിയേ? അതോ അവൻ 2 കൊല്ലം മുമ്പ് നമ്മുടെ വികാരി അച്ഛൻ്റെ കുപ്പായം കട്ടുകൊണ്ടുപോയി കള്ള എഴുത്തുമായി വയനാട്ടിൽ പോയി കുർബാന ചൊല്ലി. അത് തന്നെയല്ലച്ചോ, അവൻ നമ്മുടെ പള്ളിയിൽ നിന്ന് ലെറ്റർ ഹെഡ് മോഷ്ടിച്ച് പള്ളിയുടെ സീലും അടിച്ച് വയനാട്ടിൽ നിന്ന് കാശ് പിരിച്ചു. ചുമ്മാതല്ല, ഇവിടുത്തെ ലെറ്റർ പാടും കാണാനില്ല. എന്നാൽ അവൻ വയനാട്ടിൽ പോയത് തന്നെ. അല്ലാതെ അവൻ ഒരാഴ്ചയായിട്ട് എവിടെ പോകാൻ? വാരുത് കോരുത്. അറിയാച്ചാ, വാ നമുക്ക് ഉടൻ തന്നെ വയനാട്ടിൽ ഇടവകയിൽ പോയി അന്വേഷിക്കാം. കർത്താവേ, കുർബാന തീരാറായി. ശബ്ദം കേട്ടിട്ട് മത്തായിയുടെ ശബ്ദം തന്നെ. അവത് മത്തായി തന്നെ. ഏതായാലും മത്തായി കുർബാന എടുക്കുന്നിടം വരെ നിൽക്കാം. എടാ വരുന്ന ഇത് മത്തായി തന്നെ. ആയിക്കോട്ടെ, മത്തായിയെ കണ്ടിട്ട് പാ. കർത്താവേ, ഞങ്ങൾ ഭക്ഷിച്ചു വരുന്നതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത് പുണ്യപ്പെടുത്തുന്നതായ നിന്റെ തിരുരക്തവും
ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ, എന്നാലോ വരത് കോരത് കറിയാച്ച നിങ്ങൾ വന്നത് ഞാൻ കണ്ടേ, കള്ളം വെളിയില്ലാക്കരുതേ, ചക്രം നാലായി ഭാഗിക്കാം, കാഴ്ചയതിൽ കാഴ്ച